വൺ ഡേ ഒരു ആളിങ്ങനെ തെരുവിൽ ചുറ്റി നടക്കുക, ലക്ഷ്യമേ ഇല്ലാതെ എവിടെ പോകണം എവിടെ വരണം ഒന്നും അറിയാതെ ചുറ്റി നടക്കുകയാണ്. അപ്പം അയാൾക്കൊരു മോതിരം കിട്ടി, റോഡിൽ നിന്നൊരു മോതിരം കിട്ടി. അപ്പോൾ മോതിരം കാണാൻ കൊള്ളാം, നല്ല മോതിരമായിരുന്നു. ഉടനെ ചെന്നിട്ട് വീട്ടിൽ അച്ഛൻ്റെ അടുത്ത് കാണിച്ചു. അച്ഛൻ പറഞ്ഞു, ഇതൊരു 10 രൂപയുടെ മോതിരം, ഈ ഉന്തുവണ്ടിയിലൊക്കെ വെച്ച് വിറ്റിട്ട് പോകുന്ന തെരുവിൽ കിട്ടുന്ന ഒരു സിമ്പിൾ റിങ്, മേ ബി ഇറ്റ് വിൽ കോസ്റ്റ് യു 10 rupees, 10 രൂപയുണ്ടാവും എന്ന് പറഞ്ഞു. അതാണ്. പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒരു ഫ്രണ്ട് വന്ന് കണ്ടു. അയാൾ ജ്വല്ലറാണ്, സ്വർണ്ണക്കടക്കാരനാണ്. അയാൾ പറഞ്ഞു, നീ എന്ത് മോതിരവാ കയ്യിലിട്ടിരിക്കണേ, നല്ല തിളക്കം ഉണ്ടല്ലോ, ആ മോതിരം ഒന്ന് കാണിച്ചു തരുമോ? അപ്പം ഇദ്ദേഹം ഊരി കാണിച്ചപ്പോൾ ഇത് ഗോൾഡാണെന്ന് തോന്നുന്നു കേട്ടോ. ആണോ? ബ്രൗൺ കളറിലിരിക്കുന്നു. അത് ശരിക്കും പോളിഷ് ചെയ്യാത്ത കൊണ്ടാണ്, ഇത് ഗോൾഡ് ആണെന്ന് തോന്നുന്നു, ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, ഇത് ഗോൾഡാണ്, ഇത് 10 രൂപയൊന്നല്ല, ഇതിൻ്റെ വില 10,000 rupees ആണ്. അപ്പോൾ അയാൾക്ക് മനസ്സിലായി ഇത് ഗോൾഡ് റിംഗ് ആണ്. വലിയ സന്തോഷമായി. അപ്പോൾ 10 rupees വാല്യൂ വന്ന് 10,000 ആയി മാറി. പിന്നെ ആ വ്യക്തി ഗോൾഡ് റിങ്ങും ഇട്ടിട്ട് എപ്പോഴും ഇങ്ങനെ ചുറ്റി നടക്കുക. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഒരു 2 years ഒക്കെ കഴിഞ്ഞപ്പോൾ വേറൊരു ഫങ്ഷൻ പാർട്ടിക്ക് പോയി. അപ്പോൾ ഒരു ആർക്കിയോളജിസ്റ്റ് ഫ്രണ്ട് വന്നു. ആർക്കിയോളജിസ്റ്റ് എന്ന് പറയുമ്പം ഈ പുരാതന വസ്തുക്കളെല്ലാം ഗവേഷണം ചെയ്യുന്നവരും ഈ ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻറ്റ്സ് ഒക്കെ റിസർച്ച് നടത്തുന്നവരാണ് ആർക്കിയോളജിസ്റ്റ്. അപ്പോൾ ആ ആർക്കിയോളജിസ്റ്റ് ഫ്രണ്ട് വന്നിട്ട് പറഞ്ഞു, നീ എന്താ കയ്യിലിട്ടിരിക്കുന്നത്, സ്പെഷ്യലായിരിക്കുന്നല്ലോ ഈ റിങ്. അപ്പോൾ പറഞ്ഞു, ഇതൊരു ഗോൾഡ് റിങ്ങാ, എനിക്ക് വെറുതെ റോഡിൽ നിന്ന് കിട്ടിയതാ, നോക്കട്ടെ. നോക്കിയിട്ട് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഈ റിങ് 12th century എംപറേഴ്സ് ഇട്ടിരുന്ന റിങ്ങാ, ഇത് നിനക്ക് എവിടെ നിന്നാ കിട്ടിയത്? ഇതിൻ്റെ വില millions of rupees, ലക്ഷക്കണക്കിൽ കോടിക്കണക്കിൽ വരും എന്ന് പറഞ്ഞു. അപ്പോഴാ അയാൾക്ക് മനസ്സിലായത് ഇതൊരു സാധാരണ റിങ് അല്ല. അച്ഛൻ പറഞ്ഞു വരും 10 രൂപയേ ഉള്ളൂ. ഇപ്പോഴാ മനസ്സിലായതല്ലോ ലക്ഷക്കണക്കിൽ കോടിക്കണക്കിൽ വിലയാണ്. ഈ റിങ്ങിൻ്റെ കഥ പറഞ്ഞത് നമ്മളെക്കുറിച്ച് തന്നെയാണ്. ഓരോ കുഞ്ഞിനെക്കുറിച്ചും, എവ്രി യങ്സ്റ്റർ, എവ്രി യൂത്ത്, we may not know our value. നമ്മൾ ആരാണെന്ന് നമുക്കറിയില്ല. പക്ഷേ നമ്മളെ പോളിഷ് ചെയ്ത് എന്താ പറയുക, ക്യാരക്ടർ മോൾഡിങ്, നല്ല സ്വഭാവങ്ങളൊക്കെ വളർത്തിയെടുത്ത് സ്കൂളിലിരുന്നൊക്കെ പുറത്ത് വരുമ്പോൾ, സ്കൂളിനകത്ത് കയറുമ്പോൾ നമ്മളൊരു സിമ്പിൾ 10 രൂപ റിങ്ങായിട്ട് അകത്ത് കയറി. ക്ലാസ്സിൽ ചിലപ്പോൾ ചില ക്ലാസ് ഇഷ്ടമായിരിക്കും, ചില ക്ലാസ് ബോറായിരിക്കും. ചില ടീച്ചേഴ്സ് നല്ല ഡ്രമാറ്റിക്കായിട്ട് എൻ്റർടൈനിങ് ആയിരിക്കും, ചില ടീച്ചേഴ്സ് ബോറായിരിക്കും. പക്ഷേ ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. കാരണം ആ സ്കൾപ്ചർ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഒരു ശില്പത്തിനെ ഉണ്ടാക്കണമെങ്കിൽ ചുറ്റിയല്ല ഹാമർ കൊണ്ട് അടിക്കണം. ആ കല്ല് പറയാണ്, റോക്ക് പറയാണ്, ഞാൻ അടി കൊള്ളത്തില്ല, എനിക്ക് ഹാമറുടെ അടി വേണ്ട എന്ന് പറയുകയാണെങ്കിൽ ആ കല്ല് ഒരിക്കലും ശില്പമാകില്ല. അപ്പം ചിലപ്പോൾ ബോറിംഗ് ആയിരിക്കും, ചിലപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, ചിലപ്പോൾ മിക്സ്ഡ് ആയിരിക്കും. ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ, ആ ഫ്യൂ ഇയേഴ്സ് കഴിഞ്ഞ് ആ കുട്ടി സ്കൂളിൽ നിന്ന് പുറത്ത് വരുമ്പോൾ ഒരു വണ്ടർഫുൾ, കോസ്റ്റ്ലിയസ്റ്റ്, ഇമ്മാക്കുലേറ്റ്, ഒരു മനോഹരമായ റിങ്ങായിട്ട് മാറും.